നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കാതെ പോകുന്നതാണ്. നിങ്ങൾക്ക് ഉള്ളത് ഉപയോഗിക്കുക, നിങ്ങൾക്കാകാൻ കഴിയുന്നതാകുക. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. ആ വിഷയമാണ് ഉയർന്ന പ്രകടനം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം ഉയരത്തിലെത്തിച്ചേരാൻ കഴിയും? നിങ്ങളുടെ കഴിവുകളുടെ പൂർണ്ണത എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയും? നിങ്ങൾക്ക് എത്രത്തോളം വേഗത്തിൽ വളരാൻ കഴിയും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം മിക്ക ആളുകളും അവരുടെ കഴിവുകളുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അവർ അവരുടെ പൂർണ്ണ ശേഷിയിലെത്തുന്നില്ല. അവർ അവരുടെ ജീവിതത്തിൽ ഒരു സാധാരണ ജീവിതം നയിക്കുന്നു. പക്ഷേ നിങ്ങൾ സാധാരണക്കാരനാകാൻ വേണ്ടി ജനിച്ചതല്ല, നിങ്ങൾ അസാധാരണനാകാൻ വേണ്ടിയാണ് ജനിച്ചത്. ഞാൻ ബ്രെൻഡൻ ബർച്ചാർഡാണ്. ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചത് ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകളെ പഠിക്കാനും അവരുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുമാണ്. ഇന്ന് ഞാൻ ആ രഹസ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നു. ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകളുടെ 6 ശീലങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയും. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു കാലത്ത് വളരെ മോശം അവസ്ഥയിലായിരുന്നു. എനിക്ക് ജോലിയില്ലായിരുന്നു, എനിക്ക് പണമില്ലായിരുന്നു, എനിക്ക് ദിശാബോധമില്ലായിരുന്നു. ഞാൻ വളരെ വിഷാദത്തിലായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ബ്രെൻഡൻ, നീ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചു. ഞാൻ എന്റെ ഉള്ളിലേക്ക് നോക്കി. ഞാൻ എന്റെ ഹൃദയം കേട്ടു. എനിക്കൊരു ഉത്തരം കിട്ടി. ഞാൻ മറ്റുള്ളവരെ സഹായിക്കണം. ഞാൻ മറ്റുള്ളവരെ അവരുടെ പൂർണ്ണശേഷിയിൽ എത്താൻ സഹായിക്കണം. അന്നു മുതൽ ഞാൻ എന്റെ ജീവിതം മാറ്റി. ഞാൻ കഠിനാധ്വാനം ചെയ്തു. ഞാൻ പഠിച്ചു. ഞാൻ വളർന്നു. ഇന്ന് ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ച ഹൈ പെർഫോമൻസ് കോച്ചുകളിൽ ഒരാളാണ്. ഞാൻ എന്റെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകൾക്ക് 6 പ്രധാന ശീലങ്ങളുണ്ട്. ഈ 6 ശീലങ്ങളും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അവ ഇവയാണ്: 1. വ്യക്തത. 2. ഊർജ്ജം. 3. ആവശ്യകത. 4. ഉൽപാദനക്ഷമത. 5. സ്വാധീനം. 6. ധൈര്യം. ഈ 6 ശീലങ്ങളും വികസിപ്പിച്ചെടുത്താൽ നിങ്ങൾക്ക് ഉയർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ വിജയം നേടാൻ കഴിയും. ഒന്നാമത്തെ ശീലം: വ്യക്തത. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് വ്യക്തമായി അറിയണം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഇവയെല്ലാം വ്യക്തമായിരിക്കണം. കാരണം വ്യക്തതയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിശാബോധവും ഉണ്ടാകില്ല. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ എവിടെയും എത്തിച്ചേരില്ല. അതിനാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതിവെക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതിവെക്കുക, നിങ്ങളുടെ മൂല്യങ്ങൾ എഴുതിവെക്കുക. അവ ദിവസവും വായിക്കുക. അവ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തമായ ദിശാബോധം ലഭിക്കും. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ആ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായിരിക്കും. ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും എന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. ഞാൻ അവ എഴുതിവെച്ചു. ഞാൻ അവ ദിവസവും വായിച്ചു. ഞാൻ അവ എന്റെ മനസ്സിൽ സൂക്ഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ശരിയായ പാതയിൽ തുടരുന്നത്. നിങ്ങളും ഇത് ചെയ്യണം. നിങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കണം. രണ്ടാമത്തെ ശീലം: ഊർജ്ജം. നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ഊർജ്ജം ഉയർന്ന നിലയിൽ നിലനിർത്തുക. നിങ്ങൾക്ക് ഊർജ്ജമില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്ര വ്യക്തമാണെങ്കിലും നിങ്ങൾക്ക് ഊർജ്ജമില്ലെങ്കിൽ നിങ്ങൾക്ക് അവ നേടാനാകില്ല. അതിനാൽ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. നന്നായി ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, മതിയായ ഉറക്കമെടുക്കുക, സമ്മർദ്ദം നിയന്ത്രിക്കുക. നിങ്ങളുടെ ഊർജ്ജം ഉയർന്ന നിലയിൽ നിലനിർത്തുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ വളരാൻ കഴിയും. ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും എന്റെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഞാൻ നന്നായി ഭക്ഷണം കഴിക്കും. ഞാൻ എല്ലാ ദിവസവും വ്യായാമം ചെയ്യും. ഞാൻ മതിയായ ഉറക്കമെടുക്കും. ഞാൻ സമ്മർദ്ദം നിയന്ത്രിക്കും. അതുകൊണ്ടാണ് എനിക്കെപ്പോഴും ഊർജ്ജമുണ്ടായിരിക്കുന്നത്. നിങ്ങളും ഇത് ചെയ്യണം. നിങ്ങളും നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ശീലം: ആവശ്യകത. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവശ്യകത ഉണ്ടായിരിക്കണം. ഒരു കാരണം, ഒരു പ്രേരണ. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയോ? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയോ? നിങ്ങളുടെ സമൂഹത്തിനു വേണ്ടിയോ? ഈ ആവശ്യകത നിങ്ങൾക്ക് ശക്തി നൽകും. ഈ ആവശ്യകത നിങ്ങളെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റും. ഈ ആവശ്യകത നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ അനുവദിക്കില്ല. അതിനാൽ നിങ്ങളുടെ എന്തിന് കണ്ടെത്തുക. നിങ്ങളുടെ കാരണം കണ്ടെത്തുക. അത് നിങ്ങളുടെ മുന്നിൽ എപ്പോഴും സൂക്ഷിക്കുക. ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും എന്റെ ആവശ്യകത ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവരെ സഹായിക്കണം. അതാണ് എന്റെ കാരണം. അതാണ് എനിക്ക് ശക്തി നൽകുന്നത്. നിങ്ങളും നിങ്ങളുടെ കാരണം കണ്ടെത്തണം. ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും എന്റെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഞാൻ നന്നായി ഭക്ഷണം കഴിക്കും. ഞാൻ എല്ലാ ദിവസവും വ്യായാമം ചെയ്യും. ഞാൻ മതിയായ ഉറക്കമെടുക്കും. ഞാൻ സമ്മർദ്ദം നിയന്ത്രിക്കും. അതുകൊണ്ടാണ് എനിക്കെപ്പോഴും ഊർജ്ജമുണ്ടായിരിക്കുന്നത്. നിങ്ങളും ഇത് ചെയ്യണം. നിങ്ങളും നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ശീലം: ആവശ്യകത. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവശ്യകത ഉണ്ടായിരിക്കണം.
ഒരു കാരണം, ഒരു പ്രേരണ. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയോ? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയോ? നിങ്ങളുടെ സമൂഹത്തിനു വേണ്ടിയോ? ഈ ആവശ്യകത നിങ്ങൾക്ക് ശക്തി നൽകും. ഈ ആവശ്യകത നിങ്ങളെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റും. ഈ ആവശ്യകത നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ അനുവദിക്കില്ല. അതിനാൽ നിങ്ങളുടെ എന്തിന് കണ്ടെത്തുക, നിങ്ങളുടെ കാരണം കണ്ടെത്തുക. അത് നിങ്ങളുടെ മുന്നിൽ എപ്പോഴും സൂക്ഷിക്കുക. ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും എന്റെ ആവശ്യകത ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവരെ സഹായിക്കണം. അതാണ് എന്റെ കാരണം. അതാണ് എനിക്ക് ശക്തി നൽകുന്നത്. നിങ്ങളും നിങ്ങളുടെ കാരണം കണ്ടെത്തണം. ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും അവരെ സഹായിച്ചു. ഞാൻ എപ്പോഴും അവരെ പ്രചോദിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നിങ്ങളും ഇത് ചെയ്യണം. നിങ്ങളും മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കണം. ആറാമത്തെ ശീലം, ധൈര്യം. നിങ്ങളുടെ ഭയങ്ങളെ അതിജീവിക്കുക. നിങ്ങളുടെ സംശയങ്ങളെ മറികടക്കുക. നിങ്ങളുടെ പരിമിതികളെ ഭേദിക്കുക. ധൈര്യമില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നേടാനാകില്ല. നിങ്ങൾക്കൊരു അപകടസാധ്യതയും എടുക്കാനാകില്ല. നിങ്ങൾക്കൊരു പുതിയ കാര്യവും പരീക്ഷിക്കാനാകില്ല. അതിനാൽ ധൈര്യം വളർത്തിയെടുക്കുക. നിങ്ങളുടെ ഭയങ്ങളെ അഭിമുഖീകരിക്കുക. നിങ്ങളുടെ സംശയങ്ങളെ നേരിടുക. നിങ്ങളുടെ പരിമിതികളെ ഭേദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഞാൻ എന്റെ ജീവിതത്തിൽ എത്രയോ തവണ ഭയത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഞാൻ എത്രയോ തവണ അപകടസാധ്യതകൾ എടുത്തിട്ടുണ്ട്. ഞാൻ എത്രയോ തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. ഞാൻ എപ്പോഴും ധൈര്യത്തോടെ മുന്നോട്ടുപോയി. അതുകൊണ്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. നിങ്ങളും അങ്ങനെ ചെയ്യണം. നിങ്ങളും ധൈര്യത്തോടെ മുന്നോട്ടു പോകണം. ഇപ്പോൾ നമുക്ക് ഈ 6 ശീലങ്ങളും കുറച്ചുകൂടി വിശദമായി നോക്കാം. വ്യക്തത എങ്ങനെ നേടാം? നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയിലും വ്യക്തത നേടുക. നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ വ്യക്തിഗത വളർച്ചയിൽ, ഓരോ മേഖലയിലും നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമായി നിർവചിക്കുക. അവ എഴുതിവെക്കുക. അവ ദിവസവും അവലോകനം ചെയ്യുക. അവ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയട്ടെ. അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ആ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായിരിക്കും. നിങ്ങൾക്ക് വ്യക്തത ലഭിക്കും. ഊർജ്ജം എങ്ങനെ ഉയർന്ന നിലയിൽ നിലനിർത്താം? നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുക. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. പഞ്ചസാരയും സംസ്കരിച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക. ഇത് നിങ്ങളുടെ ശരീരത്തിന് ഊർജ്ജം നൽകും. മതിയായ ഉറക്കമെടുക്കുക. ഉറക്കമാണ് നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും വലിയ വിശ്രമം. സമ്മർദ്ദം നിയന്ത്രിക്കുക. സമ്മർദ്ദം നിങ്ങളുടെ ഊർജ്ജം കവർന്നെടുക്കും. ധ്യാനിക്കുക. യോഗ ചെയ്യുക. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. ഇവ നിങ്ങളുടെ മനസ്സിന് ഊർജ്ജം നൽകും. ആവശ്യകത എങ്ങനെ കണ്ടെത്താം? നിങ്ങളുടെ എന്തിന് കണ്ടെത്തുക. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയോ? നിങ്ങളുടെ സ്വപ്നങ്ങൾക്കു വേണ്ടിയോ? നിങ്ങളുടെ സമൂഹത്തിനു വേണ്ടിയോ? ഈ ആവശ്യകത നിങ്ങൾക്ക് ശക്തി നൽകും. ഇത് നിങ്ങളെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റും. ഇത് നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ അനുവദിക്കില്ല. അതിനാൽ നിങ്ങളുടെ ആവശ്യകത കണ്ടെത്തുക. അത് നിങ്ങളുടെ മുന്നിൽ എപ്പോഴും സൂക്ഷിക്കുക. ഉൽപാദനക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാം? നിങ്ങളുടെ സമയം ഫലപ്രദമായി ഉപയോഗിക്കുക. നിങ്ങളുടെ ദിവസം ആസൂത്രണം ചെയ്യുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക. അടിയന്തരമായ കാര്യങ്ങൾക്ക് വഴങ്ങി പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കരുത്. ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. സോഷ്യൽ മീഡിയ, ടെലിവിഷൻ, അനാവശ്യ സംഭാഷണങ്ങൾ ഇവ നിങ്ങളുടെ സമയം കവർന്നെടുക്കും. ഇവയിൽ നിന്ന് അകന്നു നിൽക്കുക. ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യുക. മൾട്ടി ടാസ്കിംഗ് നിങ്ങളുടെ ഉൽപാദനക്ഷമത കുറയ്ക്കും. സ്വാധീനം എങ്ങനെ വർദ്ധിപ്പിക്കാം? മറ്റുള്ളവരെ മനസ്സിലാക്കുക. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക. അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുക. അവരുടെ ഭയങ്ങൾ മനസ്സിലാക്കുക. അവരെ സഹായിക്കുക. അവർക്ക് വേണ്ടത് നൽകുക. അവരെ പ്രചോദിപ്പിക്കുക. അവർക്ക് പ്രതീക്ഷ നൽകുക. അവർക്ക് വിശ്വാസം നൽകുക. അപ്പോൾ അവർ നിങ്ങളെ വിശ്വസിക്കും. അവർ നിങ്ങളെ പിന്തുടരും. നിങ്ങൾക്കവരെ സ്വാധീനിക്കാൻ കഴിയും. ധൈര്യം എങ്ങനെ വർദ്ധിപ്പിക്കാം? നിങ്ങളുടെ ഭയങ്ങളെ അഭിമുഖീകരിക്കുക. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓരോ തവണയും നിങ്ങൾ ഭയത്തെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങളുടെ സംശയങ്ങളെ മറികടക്കുക. നിങ്ങൾക്ക് കഴിയും എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ പരിമിതികളെ ഭേദിക്കുക. നിങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിക്കുക. അപ്പോൾ നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കും. ഓർക്കുക, ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകൾക്ക് ഈ 6 ശീലങ്ങളുമുണ്ട്. അവർ ഈ ശീലങ്ങൾ ദിവസവും പരിശീലിക്കുന്നു. അവർ ഇവയെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു. നിങ്ങൾക്കും ഇവ പരിശീലിക്കാം. നിങ്ങൾക്കും ഈ ശീലങ്ങൾ വികസിപ്പിക്കാം. നിങ്ങൾക്കും ഉയർന്ന പ്രകടനം കാഴ്ചവെക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ വിജയം നേടാം. ഞാൻ എന്റെ ജീവിതത്തിൽ ഈ 6 ശീലങ്ങളും പരിശീലിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കി. ഞാൻ എന്റെ ഊർജ്ജം ഉയർന്ന നിലയിൽ നിലനിർത്തി. ഞാൻ എന്റെ ആവശ്യകത കണ്ടെത്തി. ഞാൻ എന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചു. ഞാൻ മറ്റുള്ളവരെ സ്വാധീനിച്ചു. ഞാൻ ധൈര്യത്തോടെ മുന്നോട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നിങ്ങളും ഇത് ചെയ്യണം. നിങ്ങളും ഈ 6 ശീലങ്ങളും പരിശീലിക്കണം. അവസാനമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്കതിനൊരു സ്വർഗമാക്കാം, അല്ലെങ്കിൽ ഒരു നരകമാക്കാം. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് സാധാരണക്കാരനാകാം, അല്ലെങ്കിൽ അസാധാരണനാകാം. നിങ്ങൾക്കൊരു സാധാരണ ജീവിതം നയിക്കാം, അല്ലെങ്കിൽ ഉയർന്ന പ്രകടനം കാഴ്ചവെക്കാം. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്,
അസാധാരണനാകാൻ തിരഞ്ഞെടുക്കുക. ഉയർന്ന പ്രകടനം കാഴ്ചവെക്കാൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ കഴിവുകളുടെ പൂർണ്ണത ഉപയോഗിക്കാൻ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് തീർച്ചയായും അത് ചെയ്യാൻ കഴിയും. കാരണം നിങ്ങൾ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. നിങ്ങൾ അതിന് അർഹനാണ്. ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ചെയ്യും. ഇപ്പോൾ പോകൂ, നിങ്ങളുടെ ഉയർന്ന പ്രകടനത്തിലേക്ക്, നിങ്ങളുടെ അസാധാരണമായ ജീവിതത്തിലേക്ക്. നന്ദി.